വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നിനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. സ്വർഗീയ ദർശനം ലഭിച്ച രണ്ട് വ്യക്തികളാണ് പൗലോസും യോഹന്നാനും. സ്വർഗീയ ദർശനം ലഭിച്ച പൗലോസ് പറയുന്നത് മനുഷ്യന് ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ സ്വർഗത്തിൽ കേട്ടു എന്നാണ്. 2 കൊരിന്ത്യർ 12:4 എന്നാൽ യോഹന്നാൻ കണ്ട സ്വർഗീയ ദർശനത്തിൽ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. 4 ജീവികളാലും 24 മൂപ്പന്മാരാലും ചുറ്റപ്പെട്ട സിംഹാസനവും സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന കർത്താവിനെയും യോഹന്നാൻ കണ്ടു. സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് 4 ജീവികൾ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് പാടി ആരാധിക്കുന്നതും, മൂപ്പന്മാർ കർത്താവെ നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിൻ്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും ആകയാൽ നീ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറയുന്നതും കേട്ടു. ഇവർ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തതുപോലെ കർത്താവിനെ പാടി സ്തുതിച്ച് ആരാധിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് നാം. അതാണ് ഈ ദർശനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇവർ ദൈവത്തെ ആരാധിപ്പാൻ 3 കാരണങ്ങൾ ഉണ്ട്. 1, ദൈവം പരിശുദ്ധനാണ്. ഹോശേയ 11:9 യഹോവയായ ദൈവം പറയുന്നത്, ഞാൻ മനുഷ്യനല്ല ദൈവമത്രേ, നിന്റെ നടുവിൽ പരിശുദ്ധൻ തന്നെ. യെശയ്യാവിന് ലഭിക്കുന്ന ദർശനത്തിൽ സെറാവുകൾ ആർക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് 6:3. ഇവിടെ 4 ജീവികളും മൂപ്പന്മാരും ദൈവം പരിശുദ്ധൻ എന്ന് പാടി ആരാധിക്കുകയാണ്. കർത്താവ് വിശുദ്ധനാകിയാൽ നാമും വിശുദ്ധരായിരിക്കണം. വിശുദ്ധി എന്നത് എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരനുഭവമാണ്. വിശുദ്ധമായത് വ്യത്യസ്തമായിരിക്കും. വിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് യെശയ്യാവ് തൻ്റെ അശുദ്ധിയെ കണ്ടു. ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യനാകുന്നു എന്ന് നിലവിളിച്ച് യെശയ്യാവ് വിശുദ്ധി അനുഭവമാക്കി. യെശയ്യാവ് 6:5-7 പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടുകൂടി ആരാധിക്കുമ്പോൾ മാത്രമേ നമ്മിലുള്ള അശുദ്ധി കാണുവാൻ കഴിയൂ. അശുദ്ധി സംബന്ധിച്ച് നിലവിളിക്കുന്നവർക്ക് മാത്രമേ വിശുദ്ധി പ്രാപിപ്പാൻ കഴിയൂ. 2, ദൈവം സർവശക്തനാണ്. 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവർക്കെതിരെ ഉണ്ടായ പീഡനത്തിന് കാരണം അവർ ചക്രവർത്തിയെ ദൈവമെന്ന് വിളിച്ച് ആരാധിക്കുവാൻ തയ്യാറായില്ല എന്നതാണ്. തന്മൂലം ഒരു ജാതിക്കും നേരിട്ടിട്ടില്ലാത്ത പീഡനം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. പീഡിപ്പിക്കപ്പെട്ടിട്ടും അവർ വിശ്വാസത്തെ ഉപേക്ഷിച്ചില്ല. വിശ്വാസത്തിനു വേണ്ടി രക്തസാക്ഷികളായി തീരുവാൻ അവർ തയ്യാറായി. സർവശക്തനായ ദൈവം തങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള നിശ്ചയം അവരെ ധൈര്യപ്പെടുത്തി. പരിശുദ്ധനായ ദൈവം സർവശക്തനാകുന്നുവെന്ന് അവർ പാടി. നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമുക്കും പറയുവാൻ കഴിയണം, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം സർവശക്തനാകുന്നു. ലോകത്തിലെ ഒരു ശക്തിക്കും കർത്താവായ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാനും കഴിയില്ല. 3, ദൈവം നിത്യനാണ്. സാമ്രാജ്യങ്ങൾ തകരും, ഇന്ന് കാണുന്നതെല്ലാം മണ്ണടിയും. എന്നാൽ മണ്ണടിയാതെ നിലനിൽക്കുന്നത് ഒന്ന് മാത്രം, ദൈവത്തിൻ്റെ രാജ്യം മാത്രം. അതെന്നേക്കും നിലനിൽക്കും. നമ്മുടെ ദൈവം അൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനുമാണ്. ജീവനുള്ളവനും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനും ആണ്. വെളിപ്പാട് 1:8-17 സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു, നിൻ്റെ ആധിപത്യം തലമുറ തലമുറയായി ഇരിക്കുന്നു. 145 സങ്കീർത്തനം 13 യേശുനാമം ഇല്ലാതാക്കുവാൻ അനേകർ ശ്രമിച്ചു, എന്നാൽ അവർ നശിച്ചു പോകുകയല്ലാതെ ദൈവത്തെയും ദൈവവിശ്വാസത്തെയും
നശിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇന്നും അനേകർ അതിനായി പരിശ്രമിക്കുന്നു. ഇന്ന് ലോകത്തിൽ കാണുന്ന പീഡനങ്ങൾക്കെല്ലാം കാരണം സഭയെ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ജനത്തെ ഇല്ലാതാക്കുക എന്നാണ്. എന്നാൽ ജീവനോ മരണത്തിനോ മറ്റ് യാതൊരു ശക്തിക്കോ ഈ ദൈവസ്നേഹത്തെ ഇല്ലാതാക്കുവാൻ സാധ്യമല്ല എന്ന് ഉറപ്പായി നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. യോഹന്നാൻ കണ്ടതുപോലെയുള്ള സ്വർഗീയ ദർശനം അനുഭവമാക്കി എൻ്റെ ദൈവം പരിശുദ്ധനും സർവശക്തനും നിത്യനുമാകുന്നുവെന്ന് പാടുവാൻ നമുക്കും കഴിയണം. കർത്താവേ, ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ നിന്നെ ആരാധിച്ച് ഒടുക്കം സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന് സ്വർഗത്തിൽ നിന്നെ ആരാധിച്ച് പാടി സ്തുതിപ്പാനുള്ള കൃപ എനിക്കും നൽകണമേ. ആമേൻ. തിരുകൃപ മതി